നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറേ. ഓ, നിങ്ങളോ? നിങ്ങൾ പറഞ്ഞിട്ട് ആ ചെറുക്കനെ എന്റെ കരണത്തടിച്ചിട്ടാ ഇവിടെ ഇറങ്ങിപ്പോയത്. അറിഞ്ഞു സാറേ. സത്യം പറഞ്ഞ അവനൊരു പാവാ. എത്ര തല്ലിയാലും ഒരു മടിയുമില്ലാതെ നിന്നങ്ങ് കൊണ്ടോളും. പക്ഷെ അവന്റെ ചേച്ചി മുറ്റ സാധന. അത് ശരിയാ. അവളാണ് ഇവിടെയുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൂടുതൽ അപമാനിച്ചതും അവനെ കൊണ്ട് എന്നെ തല്ലിച്ചതും. പാലും പത്രവും ഒക്കെ വിറ്റ് നടക്കുന്ന ഒരു തറയാ സാറേ അവള്. അവളുടെ അഹങ്കാരം ശമിപ്പിക്കണം. ഞാൻ അറിഞ്ഞതേ അവള് സാറിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ടെന്നാ. എന്നെ തല്ലിട്ട് എനിക്കെതിരെ പരാതിയോ? പെണ്ണ് പറയുന്നതല്ലേ പോലീസുകാര് കേക്കൂ. സാറ് കയ്യെ കയറി പിടിച്ചെന്നോ അനാവശ്യം പറഞ്ഞോന്നൊക്കെയാ നീതി പരാതി കൊടുക്കാൻ പോകുന്നത്. അത് കുഴപ്പവും. നിയമം ഒന്നും പെണ്ണിന്റെ ഭാഗത്തേ നിൽക്കൂ. ഉറപ്പായിട്ടും. പക്ഷെ അവള് പരാതി കൊടുക്കുന്നതിന് മുൻപേ സാറൊരു പരാതി കൊടുത്താലോ? അതും ആ നിഖിലിനെതിരെ. എന്നെ തല്ലിയന്റെ പേരിലോ? അല്ല സാറേ, സാറ് കൂടെ നിന്ന നിഖിലിനെ നമുക്ക് മറ്റൊരു കേസിൽ കൊടുക്കാം. അവൻ കുടുങ്ങിയ നിധി സാറിന്റെ കാല് പിടിക്കാൻ വരും. അപ്പൊ സാറിന് പ്രതികാരം ചെയ്യാം. സാറിന് കിട്ടിയ തല്ല് അവളുടെ 2 കർണത്തും മാറി മാറി കൊടുക്കാം. എന്തു പറയുന്നു? സംഗതി കൊള്ളാം. പക്ഷേ എന്ത് പരാതി കൊടുക്കും? സാമ്പത്തിക ക്രമക്കേട്. ഇവിടുത്തെ പണം നിഖില് തട്ടിയെടുത്തു, അതാണ് കേസ്. സാറൊരു പരാതി സ്റ്റേഷനിൽ കൊടുത്താ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. നമ്മുടെ പിന്നിലും ആളുണ്ട് സാറേ. മോളെ, ദേ ഈ പാല് കുടിച്ചേ. ബിസ്ക്കറ്റ് ഇവിടെ ഇരിക്കട്ടെ, നിനക്ക് വിശക്കുമ്പോ കഴിക്കാം. എനിക്ക് വിശക്കില്ലമ്മേ, ഞാൻ നന്നായിട്ട് ആഹാരം കഴിച്ചല്ലേ. അത് 8 മണിക്കല്ലേ? നീ അർദ്ധരാത്രി കഴിഞ്ഞും ജോലി ചെയ്യുന്നല്ലേ, അപ്പൊ വിശക്കും. ദാ പാല് കുടിക്ക്. ഈ ഓൺലൈൻ ജോലിക്കിടയിലും വീട്ടുജോലി ഒഴിവാക്കാൻ പറഞ്ഞാ നീ കേൾക്കില്ലല്ലോ. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലേ. നാളെ മുതൽ പാചകവും മറ്റും അവര് തന്നെ ചെയ്തോളും. അതായിരുന്നല്ലോ പതിവ്. അതൊന്നും വേണ്ട. ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റായ ഇങ്ങനെ ഉറക്കം ഒഴിയാതെ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും അമ്മേ. എനിക്ക് മതിയമ്മേ. പറ്റില്ല, മുഴുവൻ കുടിച്ചേ പറ്റൂ. അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നേ. അവരുടെ കഷ്ടപ്പാടിനി എന്ന് തീരും? അവരുടെ കഷ്ടപ്പാട് തീരാനല്ലേ നീ ജോലി ചെയ്യുന്നത്. പിന്നെ ജോത്സ്യം കുറിക്കുന്ന നാളിൽ അവരെ നമ്മളിങ്ങ് കൊണ്ടുവരുമല്ലോ. പിന്നെ അവർക്ക് സുഖമായിട്ട് കഴിയാം. അല്ല, ഗൗതം ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ലൈറ്റ് കെടുത്താൻ പറ്റില്ലല്ലോ. സാറിനാണെങ്കിൽ ലൈറ്റ് ഇട്ടാ ഉറക്കവും വരില്ല. അതുകൊണ്ട് സാറ് പുറത്തുപോയി. എനിക്ക് തോന്നുന്നത് അമ്മയെ പേടിച്ചപ്പോ ബാൽക്കണിയിലാ കിടക്കുന്നേന്നാ. അത് ശരിയാവില്ലല്ലോ മോളെ. നിന്റെ ജോലി നടക്കേണ്ടത് തന്നെയാ. പക്ഷേ അതിനൊപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും വേണം. അയ്യോ, ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ലമ്മേ. ഇണക്കോ ഇല്ല, അതല്ലേ ശരി. ശരി, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, അമ്മ പട്ടിണി കിടക്കാനൊന്നും തീരുമാനിക്കരുത്. അനുസരണക്കേട് കാണിക്കുന്നവര് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. ഞാനെങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്തോ? അയ്യോ, റൂമിൽ കിടക്കാതെ എവിടെ കിടന്നുറങ്ങുവാണോ? ഇതെന്തോ വഴക്കിട്ട് വന്നിരിക്കുന്നത് തന്നെയാ. ഉണർത്തണ്ട, എത്രയും വേഗം അമ്മയെ വിവരം അറിയിക്കാം.
ഏട്ടൻ ഇന്നും ബാൽക്കണിയിലെ കിടക്കുന്നേ. ഇതാര് പറഞ്ഞു? ഏട്ടൻ ബാൽക്കണിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടതാ. അമ്മ എത്ര ശ്രമിച്ചിട്ടും അവര് തമ്മിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഉണ്ടാകുന്നില്ലല്ലോ അമ്മേ. ഏട്ടനും ചേച്ചി തമ്മില് റിയൽ ലവ് ഉണ്ടാവാൻ നമ്മളിനി എന്താ ചെയ്യാ? ഡി, ആകെ ഒരു മൂക്കിപ്പൊടി ഡപ്പിയുടെ അത്രേ ഉള്ളൂ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, റിയൽ ലവ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അവര് തമ്മിലുള്ള പ്രശ്നത്തിന് അമ്മ എന്തിനാ എന്നെ ചാടി കടിക്കുന്നേ? അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ അത് ശരിയാക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നീ അതിൽ ഇടപെടണ്ട, മനസ്സിലായോ? ഓ, രഹസ്യം ചോർത്തി തരാൻ ഞാൻ വേണം. അത് കഴിഞ്ഞാ ഞാൻ വെറും കരിവേപ്പില അല്ലേ? ഇനി ഓരോന്നും ചോദിച്ചോണ്ട് വാ, ശരിയാക്കി തരാൻ ഞാൻ. ദേ, കാണുന്നതൊക്കെ മര്യാദക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞോണം, അല്ലെങ്കിൽ മുട്ടുകാല് തല്ലിയൊടിക്കും നിന്റെ. ഞാൻ കണ്ടത് എന്താന്ന് അമ്മ എങ്ങനെ അറിയാനാ? ദേ, ഇനി ചക്കരയും തേനെന്ന് വിളിച്ചോണ്ട് വാ, ശരിയാക്കി തരാൻ ഞാൻ. എടിമോളെ, ഡീ, നീ ബാൽക്കടിയിൽ ഉറങ്ങുന്നോ? വരുന്നുണ്ടടാ ഞാൻ. എഴുന്നേക്കടാ, എണീക്കാൻ. ഞാൻ ആഹാരം കഴിക്കാതെ ചത്താലും നിനക്കൊരു കുഴപ്പമില്ല അല്ലേ? നിന്റെ വാശി നടക്കട്ടെ. ഇവിടെ നീ നിന്റെ ഭാര്യ മാത്രമല്ല ഉള്ളത്. യാമിന് വരെ നിങ്ങൾ മാറിക്കിടക്കുന്നതിനെ പറ്റി ചോദിച്ചു തുടങ്ങി, അറിയോ? എടാ, അവൾക്കുള്ള വിവരം പോലും നിനക്കില്ലതായി പോയില്ലോടാ. അയ്യോ, പാറു എന്തെറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല. എന്നിട്ടാണോ നീ ഇവിടെ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത്? ആ, നിധി റൂമിൽ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് കരുതി ഇവിടെ വന്നിരുന്നതാ. ഉറങ്ങിപ്പോയി. പിന്നെ പാതിരാത്രിക്കല്ലേ അവിടെ നോവൽ വായന? ഞാൻ ഇപ്പൊ തന്നെ അത് നിർത്തിത്തരാം. അയ്യോ, ചതിക്കല്ലേ പാറു. ഞാനിത് പാറുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവളെന്നെ പഞ്ഞിക്കിടും. അയ്യടാ, ഭാര്യയെ പേടിയുള്ള ഒരുത്തൻ. റൂമിൽ പോയി കിടക്കടാ. സത്യമായിട്ട് അവളെന്നെ വഴക്ക് പറയും പാറു. അവള് നിന്നെ വഴക്ക് പറയേണ്ടതേ നീ ഇങ്ങനെ മാറി കിടക്കുന്നതിനാ. മര്യാദക്ക് പോടാ. പൊയ്ക്കോളാം. എടാ, പോകാൻ. എഴുന്നേക്ക്. ഇനി അവൾക്കിട്ട് കൊടുക്കണ അടുത്ത ഡോസ്. എന്താ അമ്മേ? നിന്റെ ഭർത്താവിനെ ഞാൻ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിട്ട് അങ്ങോട്ട് വരുന്നത്. നീ പൂരപ്പറമ്പിലെ പോലെ ലൈറ്റ് ഇട്ടാലും അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ അത്യാവശ്യം ലൈറ്റ് മാത്രം ഇട്ട് വർക്ക് ചെയ്തോളാം അമ്മ. എങ്കിൽ പിന്നെ അത് നേരത്തെ ആവാൻ പാടില്ലായിരുന്നോ? ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇനി ആവശ്യമില്ലാതെ അവനെ ചൊറിഞ്ഞ് രണ്ടും കൂടി വഴക്കുണ്ടാക്കരുത്. അവൻ ഇനി റൂമിന്റെ വെളിയിൽ കിടക്കാൻ പാടില്ല. അത് നിന്റെ മാത്രം ഉത്തരവാദിത്വം. ശരി അമ്മ. എന്തോന്ന് ശരി? ഈ അസമയത്ത് അവനെ നിന്റെ മുറിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ട രണ്ടിനോട് ഞാൻ പിന്നെ മിണ്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.